Hi friends, most common phrases in English part 7th ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 to 6th വരെ നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് പ്രയോഗങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ അപ്ലോഡ് ചെയ്യുന്നത്. കാണാത്ത ആളുകൾ കഴിഞ്ഞ ഭാഗങ്ങൾ തീർച്ചയായിട്ടും കാണുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. Phrase 37. I promise not to. I promise not to plus V1 വെർബിന്റെ ആദ്യ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. I promise not to നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ചെയ്യില്ലെന്ന് ഉറപ്പ് തരുന്നു. അത് ചെയ്യില്ലെന്ന് ഉറപ്പ് തരുന്നു. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. I promise not to leave. I promise not to leave without you. ഞാൻ നീ ഇല്ലാതെ പോകില്ലെന്ന് ഉറപ്പ് തരുന്നു. I promise not to be so late. ഞാൻ കൂടുതൽ വൈകില്ലെന്ന് ഉറപ്പ് തരുന്നു. I promise not to cheat you. ഞാൻ നിന്നെ ചതിക്കില്ലെന്ന് ഉറപ്പ് തരുന്നു. I promise not to disturb her. ഞാൻ അവളെ ശല്യം ചെയ്യില്ലെന്ന് ഉറപ്പ് തരുന്നു. നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. I promise not to leave without you. I promise not to be so late. I promise not to chat you. I promise not to disturb her. Phrase 38. I would rather. I would rather യൂസ് ചെയ്യുന്ന ഒരു സന്ദർഭം എനിക്കത് ചെയ്യാനാണ് താല്പര്യം എന്നുള്ള സന്ദർഭത്തിലാണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. I would rather talk this later. ഇതെനിക്ക് പിന്നീട് സംസാരിക്കാനാണ് താല്പര്യം. I would rather handle the problem myself. ഈ ഒരു പ്രശ്നം എനിക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാനാണ് താല്പര്യം. I would rather complete my task early. എനിക്കെൻ്റെ പ്രവൃത്തി നേരത്തെ തന്നെ പൂർത്തീകരിക്കാനാണ് താല്പര്യം. I would rather study than play game. എനിക്ക് കളിക്കുന്നതിനേക്കാൾ പഠിക്കാനാണ് താല്പര്യം. റിപ്പീറ്റ് ചെയ്യാം. I would rather talk this later. I would rather handle the problem myself. I would rather complete my task early. I would rather study than play game. Phrase 40. I was busy. I was busy പ്ലസ് വെർബിന്റെ ആദ്യ ഫോം പ്ലസ് ing ചേർത്ത് കൊടുക്കുക. ഞാൻ തിരക്കിലായിരുന്നു എന്നുള്ള സന്ദർഭത്തിലാണ് നമ്മൾ I was busy യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. I was busy studying for my exam. ഞാൻ എൻ്റെ എക്സാമിന് പഠിക്കുന്ന തിരക്കിലായിരുന്നു. I was busy learning new things. ഞാൻ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന തിരക്കിലായിരുന്നു. I was busy cleaning my house. ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. I was busy cooking dinner. ഞാൻ ഡിന്നർ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. I was busy studying for my exam. I was busy learning new things. I was busy cleaning my house. I was busy cooking dinner. Phrase 41. I want you to. I want you to plus verb. എനിക്ക് നിന്റെ സഹായം വേണം എന്നുള്ള സന്ദർഭത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിരന്തരം സാഹചര്യത്തിനനുസരിച്ച് പല സന്ദർഭങ്ങളിലും നമ്മൾ I want you to യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. I want you to clean my room. നീ എന്നെ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാനെന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമോ? I want you to finish my homework. നിനക്ക് എൻ്റെ ഹോംവർക്ക് ഒന്ന് പൂർത്തീകരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? I want you to repair my car. നീ എൻ്റെ കാർ ഒന്ന് റിപ്പയർ ചെയ്യാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? I want you to study English. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ നിന്റെ ഒരു സഹായം വേണ്ടിയിരുന്നു. ലെറ്റ്സ് റിപ്പീറ്റ്. I want you to clean my room. I want you to finish my homework. I want you to repair my car. I want you to study English. Phrase 42. I am here to plus verb. ഞാൻ ആ സ്ഥലത്ത് ഉണ്ടെന്ന് പറയാനാണ് നമ്മൾ ഈ ഒരു I am here യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സന്ദർഭത്തിനനുസരിച്ചിട്ട് പല സിറ്റുവേഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എക്സാമ്പിൾസ്. I am here to apply the job. ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ട്. I am here to watch a movie. ഞാനൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. I am here to receive the award. ഞാൻ ആ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ട്. I am here to support you all your decision. ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളെയും ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, let's repeat. I am here to apply the job. I am here to watch a movie. I am here to receive the award. I am here to support you all your decision. Phrase 39. I can't help. I can't help നമ്മൾ യൂസ് ചെയ്യുന്നത്
എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ള സന്ദർഭത്തിലാണ്. ഐ കാൺട്ട് ഹെൽപ്പ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ കാൺട്ട് ഹെൽപ്പ് സ്മൈലിംഗ് വെൻ ഐ സീ ഹെർ. എനിക്ക് അവളെ കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് ഹെൽപ്പ് ലവിങ് യു. എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് ഹെൽപ്പ് റിമെമ്പറിങ് ദ തിങ്സ്. എനിക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല. റിപ്പീറ്റ് ചെയ്യാം. ഐ കാൺട്ട് ഹെൽപ്പ് സ്മൈലിംഗ് വെൻ ഐ സീ ഹെർ. ഐ കാൺട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഐ കാൺട്ട് ഹെൽപ്പ് ലവിങ് യു. ഐ കാൺട്ട് ഹെൽപ്പ് റിമെമ്പറിങ് ദ തിങ്സ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ചാനലിൽ ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാന ക്ലാസ്സുകൾ മുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സീരീസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. Okay friends, I can't help winding up this video now. See you again. Bye.